എത്ര വലിയ മാടമ്പിയായാലും, എത്ര വലിയ മന്ത്രിയായാലും, എത്ര വലിയ MLA ആയാലും ആ MLA താഴെ ഇറക്കുന്നതിന് കരണക്കുറ്റിക്ക് അടിവാങ്ങി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. ഇതെല്ലാം ഒരു PR വർക്കാണ്, ഇതെല്ലാം ഒരു തട്ടിപ്പാകരിക്കാൻ കഴിയാത്ത ഒരാളാണ് കേരളത്തിലെ ഏറ്റവും നല്ല MLA എന്ന് പറയുന്നത്. പത്തനാപുരത്തുള്ള പുന്നലയിലുള്ള കറവൂരുള്ള സാധാരണക്കാരന്റെ യാത്ര ചെയ്യുവാനുള്ള അവകാശത്തെ ഇനിയും ധിക്കരിച്ച് ഇനിയും മുന്നോട്ട് പോയാൽ ഇവരത്തെ ചോദ്യം ചെയ്യുവാനും ഗണേഷ് കുമാർ വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ കൊടുത്ത തീയിൽ വളർന്നവരല്ല. ഭരണഘടനാപരമായി ജനങ്ങൾക്ക് ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു അവകാശത്തിന്റെ മേൽ ഒരു MLA-യുടെ, ഒരു മന്ത്രിയുടെ ധിക്കാരപരമായിട്ടുള്ള നടപടിക്കെതിരെയുള്ള പ്രതിഷേധ സമരത്തിന്റെ തുടക്കമാണ്. പത്തനാപുരം എന്നല്ല, കേരളത്തിലെ എല്ലാ റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനം നിങ്ങൾ നോക്കുക. ഒരു ഉദ്ഘാടനം നടത്തിയതിനു ശേഷം സമയബന്ധിതമായി തന്നെ ആ റോഡ് പൂർത്തീകരിച്ചതിന് ശേഷം അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന പ്രക്രിയയാണുള്ളത്. എന്നാൽ ഈ റോഡിൻ്റെ ഉദ്ഘാടനം, കറവൂർ മുതൽ ഏനാത്ത് വരെയുള്ള റോഡിൻ്റെ ഉദ്ഘാടനം 5 തവണയാണ് നടത്തിയത്. 70 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ റോഡ് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. ആ തുടക്കം കുറിക്കുമ്പോൾ പത്തനാപുരത്തിൻ്റെ ദൃശ്യ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇത് കേരളത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കയ്യടി നേടിയ പത്തനാപുരത്തിൻ്റെ MLA-യും കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാർ, അദ്ദേഹം ഈ റോഡിലൂടെ ദിവസം യാത്ര ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഈ റോഡ് പണിയുന്നതിനെ അദ്ദേഹം മാസത്തിൽ പോലും ഈ റോഡിലൂടെ ഒന്ന് കടന്നു പോകാൻ അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ ഒന്നും ഈ റോഡ് ഉപയോഗിക്കാത്തത് കൊണ്ടും അദ്ദേഹം ഇതിനെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പണി തുടങ്ങുന്ന സമയത്ത് ഈ പണി കരാറെടുത്തിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങിപ്പോയതല്ലാതെ ഇതിൻ്റെ എന്തെങ്കിലും പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു മീറ്റിങ്ങുകൾ പോലും ഇതുവരെ കൂടിയിട്ടില്ല. ഇത് 3 പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡാണ്. ഈ 3 പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ PWD ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് കുമാറിന് ഇതൊന്ന് തിരിഞ്ഞു നോക്കുന്നതിനുള്ള സമയമില്ല എന്ന് മാത്രമല്ല, പുന്നലയിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് ഇളക്കിയിട്ടിട്ട് 1 വർഷം പിന്നിടുകയാണ്. ഈ 1 വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിനോട് ഇവിടെ ജനങ്ങൾ, സ്ത്രീകൾ അടക്കമുള്ള, കുട്ടികളടക്കമുള്ള ആളുകൾ നേരിട്ട് കണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത്, എനിക്ക് സമയമുള്ളപ്പോൾ, എനിക്ക് സമയമാകുമ്പോൾ ഇത് ശരിയാക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദുരിതം സഹിച്ചുകൊണ്ട്, ഈ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ റോഡിലൂടെ സ്കൂളിലേക്ക് അയക്കുക. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള, നടുവേദനയുള്ള അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ്, ഒരു മലയോര പ്രദേശത്തിലെ ഒരു റോഡ് ഇത്രയും പൊളിഞ്ഞു കിടന്നിട്ട് ഇത് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ 23 വർഷം പത്തനാപുരത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തി 3 തവണ മന്ത്രിയായ ഒരു വ്യക്തി, ഇതുപോലെയാണ് ഈ റോഡും പത്തനാപുരത്തുള്ള മറ്റ് റോഡുകളുടെയും അവസ്ഥ. ഇവിടെ വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അതിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുകയും ചെയ്ത്, കമ്മീഷനായി കൈപ്പറ്റുകയും ചെയ്തതിനു ശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന റോഡുകൾ സമയബന്ധിതമായി സാധാരണക്കാരുടെ വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത, ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത, തൊഴിലാളികളുടെ അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത, കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് പഠിച്ചു പോകുന്ന സ്കൂളുകളുള്ള ഈ മേഖലയിലെ റോഡുകൾ ശരിയാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് കേരളത്തിലെ ഏറ്റവും നല്ല MLA-യും ഏറ്റവും നല്ല മന്ത്രിയുമെന്ന് കേരളത്തിൽ ഇവിടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തട്ടിപ്പെന്ന് പറയുമ്പോൾ ഗണേഷ് കുമാറാണ് തട്ടിപ്പ് കണ്ടുപിടിച്ച കേരളത്തിലെ MLA എന്ന് പറയുന്നത്. ഈ ഒരു തവണ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ മറ്റുള്ള ഒരാളുടെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട, MLA സ്ഥാനം നഷ്ടപ്പെട്ട ആളെ ഇവിടെ നിന്ന് മഴുക്കുചാൽ എറിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നട്ടലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അടിയന്തരമായി തന്നെ ഇതിന് മറുപടി പറയണം. പുന്നലക്കാരോട് എന്താണ് ഇത്ര വിവേചനം?
പുന്നലയിലുള്ള ഒരു മനുഷ്യരല്ലേ? പുന്നലയിലുള്ള ആളുകളുടെ വോട്ടുകൾ വാങ്ങാൻ നിങ്ങളുടെ ജാഗ്രത കാണിക്കുമല്ലോ. എന്തുകൊണ്ട് പുന്നലയുള്ള ജനങ്ങളുടെ, ഇവിടെയുള്ള കുട്ടികളുടെ, ഇവിടെയുള്ള യുവാക്കളുടെ, ഇവിടെയുള്ള തൊഴിലാളികളുടെ യാത്രാ മാർഗം, യാത്രാ സഞ്ചാരം, അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ഈ അവകാശത്തെ എന്തുകൊണ്ടാണ് MLA എന്ന നിലയിൽ ഗണേഷ് കുമാർ അവഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുള്ള ഗണേഷ് കുമാർ ഈ പുന്നല സ്കൂളിൽ പണിയാൻ വന്ന ആ കെട്ടിടത്തിന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ, അതിന് നിർമ്മാണത്തിൽ അപാകതയുണ്ടായപ്പോൾ ചൂണ്ടിക്കാണിച്ച് സമരത്തേക്ക് വന്നത് പുന്നലയിലെ ജനങ്ങളാണ്. പുന്നലയിലെ ജനങ്ങളോട് ചിറ്റമനയം കാണിക്കുന്ന ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ ഈ സമീപനം അവസാനിപ്പിക്കണം. ഇതൊരു തുടക്ക സമരം, ഇതൊരു ഈ നാടിൻ്റെ ഒരു സമരമാണ്, ഈ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള സമരമാണ്. ഈ നാട്ടിൽ ജനങ്ങൾ ഇത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കണം എന്ന് ഒരു MLA തീവ്രത്തെ ചോദ്യം ചെയ്യുവാനും ഗണേഷ് കുമാർ വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ കൊടുത്ത തീയിൽ വളർന്നവരല്ല മുൻകാലങ്ങളിൽ EMS നമ്പൂതിരി